ഹലോ, കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ഒരു മിനി വ്ലോഗ് ചെയ്യുന്നത്. എല്ലാം ഞാൻ വീഡിയോസ് എടുത്ത് വയ്ക്കാറുണ്ട്, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങളാൽ ചെയ്യാൻ പറ്റാറില്ല. അപ്പോൾ പോകുന്ന വഴി തന്നെ എനിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഓണക്കോടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഓണം വിത്ത് സിഒ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എറണാകുളത്തോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പരശുരാമിനാണ് പോയത് കേട്ടോ. സീറ്റ് നിറയെ സീറ്റായിരുന്നത് കൊണ്ട് തന്നെ എറണാകുളം വരെ നമുക്ക് നിൽക്കേണ്ട വന്നുള്ളൂ. എറണാകുളം എത്താറായപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ഇരിക്കാനൊക്കെ പറ്റിയായിരുന്നു കേട്ടോ. എന്തൊരവസ്ഥയല്ലേ. പക്ഷെ എന്നാൽ പോലും വലിയ തിരക്കില്ലായിരുന്നു, നിൽക്കാനാണെങ്കിലും ഇട ഉണ്ടായിരുന്നു ഭാഗ്യത്തിന്. പിന്നെ സ്റ്റേഷനിൽ ഇറങ്ങി അപ്പം തന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മസാല ദോശയാണ് കഴിച്ചത്. അവിടുത്തെയൊക്കെ മസാല ദോശയ്ക്ക് നമ്മുടെ ഇവിടുത്തെ കോട്ടയത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് കേട്ടോ. പിന്നെ ഇന്ന് സ്റ്റേ എടുക്കുന്നത് ജിഞ്ചറിലാണ്, അതായത് നമ്മുടെ MG റോഡിലുള്ള ജിഞ്ചർ ഹോട്ടലിലാണ്. അവിടെ ചെന്നപ്പോൾ തന്നെ വലിയൊരു അത്തപ്പൂക്കളമൊക്കെ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അപ്പം നമുക്ക് റൂമൊക്കെ കിട്ടി. 203 സെക്കൻഡ് ഫ്ലോറിലായിരുന്നു. പലരും പല ഫ്ലോറിലൊക്കെ, ചിലർ 7th ഫ്ലോറിലൊക്കെ ആയിരുന്നു. അങ്ങനെ ലിഫ്റ്റൊക്കെ കയറിയിട്ട് നമ്മൾ നേരെ പോയിട്ട് റൂമിൽ പോയി ചെക്ക് ഇൻ ചെയ്തു. ഇപ്പോൾ പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഡാൻസ് കളിക്കുന്നുണ്ട് പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് തലേദിവസമേ പോയി സ്റ്റേ എടുത്തതേ ഉള്ളൂ. പിന്നെ പിറ്റേ ദിവസമാണെങ്കിലും അതിരാവിലെ നമുക്ക് ആ ഒരു ഭാസ്കരീയം കൺവെൻഷൻ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അങ്ങോട്ട് എത്തേണ്ടതുണ്ട്. അപ്പോൾ എല്ലാം കൂടെ രാവിലെ വെളുപ്പിനെ ഇറങ്ങിയൊക്കെ വരണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ തലേന്നേ പോയി സ്റ്റേ എടുത്തത്. പിന്നെ നേരെ നമ്മൾ ഉച്ചയ്ക്ക് ആകാറായപ്പോൾ പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. നമ്മളിപ്പോൾ സ്റ്റേ എടുക്കുന്നിടത്ത് എനിക്കൊന്ന് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ അവരൊക്കെ ബിരിയാണിയൊക്കെയാണ് മേടിച്ചത്. ഞാൻ മീൽസാണ് കഴിച്ചത്. എനിക്ക് ഓൾറെഡി ഞാൻ നോയമ്പിലാണ്, അപ്പോൾ അതുകൊണ്ട് മീൽസ് വാങ്ങിച്ചപ്പോൾ രസം എന്താണെന്ന് വെച്ചാൽ ഫിഷ് കൊണ്ടു തന്നു. പിന്നെ നമ്മളതൊക്കെ മാറ്റിയെടുത്തു. തിരിച്ച് നടന്ന് വന്നിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് ഫുഡ് കഴിച്ചതേ ഉള്ളൂ. അത് കഴിഞ്ഞ് പ്രാക്ടീസൊക്കെ ചെയ്തു. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിന് തൊട്ടടുത്ത് തന്നെ അവിടെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നേ. കണ്ടപ്പം ചാടാനൊക്കെ തോന്നി, പക്ഷെ സമയം കിട്ടിയില്ല, ചാടാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മൾ ഈവനിങ് സ്നാക്സ് കഴിക്കാൻ വേണ്ടി പോയി, കാപ്പിയൊക്കെ കുടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ. അവിടെ ഒരു തൊട്ടടുത്ത് തന്നെ MG റോഡിന് നിയറസ്റ്റ് ആയിട്ടുള്ള പ്ലേസിലാണ് ഫുഡൊക്കെ കഴിക്കാൻ നമ്മൾ പോയത്. അപ്പോൾ ഇവിടെ ചെന്ന സമയത്ത് ഒരു സിനിമാ നടനെ കണ്ടായിരുന്നു ഞാൻ, ആളെ പ്രതാപ് പോത്തൻ അവിടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ട് ഫുൾ പ്രാക്ടീസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരെ ഫുള്ള് പ്രാക്ടീസൊക്കെ ചെയ്തു. ഈ സ്റ്റെപ്പൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, വല്ലതും മനസ്സിലായോ? ഇത് നമ്മുടെ മോണിക്കയുടെ സ്റ്റെപ്പാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വീണ്ടും പുറത്ത് പോയി തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് കേട്ടോ നമ്മൾ സ്റ്റേ എടുത്ത ജിഞ്ചർ എന്ന് പറഞ്ഞ ഹോട്ടൽ. പോകുന്ന വഴിക്ക് ഇങ്ങനത്തെ ഓണത്തിൻ്റെതായ കുറേ അലങ്കാര പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ ചെന്ന് നമ്മൾ തിരിച്ച് റൂമിലെത്തി ഫ്രഷായി കിടന്നുറങ്ങി. അപ്പം നാളത്തെ വിശേഷങ്ങൾ പാർട്ട് 2 കാണാവേ.